അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ ലോകത്തേക്ക് നാം കടന്നു വന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും നാം കടന്നു വരികയും ഒരുപാട് കാലങ്ങളോളം, ഒരുപാട് വർഷങ്ങളോളം, ഒരുപാട് ദിവസങ്ങളോളം നമ്മൾ ജീവിക്കുകയുണ്ടായി. ഈ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ, നന്ദി ചെയ്യാതെ, ശുക്ർ ചെയ്യാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് അല്ലാഹു ദുനിയാവിലേക്ക് അയച്ചത്, എന്തിനാണ് ദുനിയാവിലേക്ക് നമ്മെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നുള്ളൊരു ബോധം നമ്മുടെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. കാണാൻ കണ്ണു നൽകിയത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇങ്ങനെ ഒരുപാട് ശരീരത്തിന്റെ ഭാഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതത്തെ നിറച്ചു നൽകിയപ്പോ ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിച്ചവരാണ്. ഒരുപാട് സൗകര്യങ്ങളോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ വല്ലാതെ നമ്മൾ ജീവിച്ചവരാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നത് രാജാതിരാജനായ തമ്പുരാനാണ് എന്നുള്ളൊരു ബോധമില്ലാതെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എന്റെ മുഅ്മിനീങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്, രാജാതിരാജനായ റബ്ബ്, ആ റബ്ബിനോട് ആദ്യമായി നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ട്. പടച്ചറബ്ബിനോടാണ് ആദ്യമായി നാം നന്ദി കാണിക്കേണ്ടത്. അതല്ലാതെ നാം ഇന്ന് റോൾ മോഡലാക്കുന്നത് മറ്റുള്ളവരെയാണ്. സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവർ നാം മനസ്സിലാക്കേണ്ടത്, ഇതല്ല നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീന്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന പാത ഏതാണ്, ആ പാതയിലൂടെ കടന്നു ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പടച്ചറബിനോട് ശുക്ർ ചെയ്യലാണ്. മഗ്‌രിബിന്റെ സമയത്ത് നമ്മൾ TV കാണാറുണ്ട്, ഒരുപാട് സീരിയലുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെന്റെ ഉപ്പമാര്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹദ്ദാദും അതുപോലെ തന്നെ റതീബും അതുപോലെ തന്നെ മറ്റു മൗലിദുകളെല്ലാം ഇന്ന് വീട്ടിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, എത്ര ആളുകളാണ് ഇന്ന് മരിച്ചു പോകുന്നത്, എത്ര ആളുകളാണ് നമ്മോട് ഇവിടെ പറയുന്നത്. നമ്മുടെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ലോകത്തിന് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. സോഷ്യൽ മീഡിയ നമ്മുടെ കൈവെള്ളയിലാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെ പലതും നമ്മൾ പ്രചരിപ്പിക്കുകയാണ്. ഒരുപാട് തെറ്റിലൂടെ നമ്മൾ ജീവിക്കുമ്പോ, ഒരുപാട് തെമ്മാടിത്തരങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോ ഇവിടെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ചൊന്നും ഓർക്കാൻ നാം ഇന്ന് തയ്യാറാകുന്നില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞുപോയ കാലങ്ങൾ, കഴിഞ്ഞുപോയ ദിവസങ്ങൾ, ഇതിനും അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ അടുക്കലേക്ക്, അല്ലാഹുവിനോട് അടുക്കലാണ് പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പടച്ചവനോട് കരഞ്ഞു പറയലാണ്, അല്ലാഹുവിനോട് കൈനീട്ടലാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പടച്ച റബ്ബ് പറഞ്ഞത്, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് ചോദിക്കാനാണ് പറയുന്നത്, അല്ലാഹുവിനോട് ചോദിക്കാനാണ് പറയുന്നത്. ഇവിടെ കൈയൊന്ന് നീട്ടാൻ, കരങ്ങളൊന്ന് നീട്ടിയിട്ട് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് ഹറാമിലൂടെ ജീവിച്ചവരാണ്, ഒരുപാട് കറാഹത്തിലൂടെ ജീവിച്ചവരാണ്. എന്നാൽ യാ അല്ലാഹ്, തെറ്റിലൂടെ ഞാൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. എന്റെ തെറ്റുകളൊക്കെ നീ മാപ്പാക്കണേ തമ്പുരാനെ, തെറ്റുകളൊക്കെ നീ മാപ്പാക്കി തരണേ തമ്പുരാനെ.
എന്ന് രാജനായ തമ്പുരാനോട് ദുആ ചെയ്യാൻ അല്ലാഹുവിനോട് കരങ്ങൾ നീട്ടാൻ നമുക്ക് കഴിയാതെ വരികയാണ്. ഇവിടെ ഒന്ന് ആലോചിക്കണേ, 1000 വർഷങ്ങളോളം തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയവരാണ് അദ്ദേഹം തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് 1000 വർഷങ്ങളോളമാണ്. 1000 വർഷങ്ങളോളമാണ്. എത്രയോ ആളുകളെ ഇസ്ലാമിന്റെ സാന്ത്വന തീരത്തേക്ക് അവർ കൊണ്ടുവരികയാണ്, അവർ തീരത്തേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ മുഴുക്കെ ജീവിതത്തിൽ ദഅവത്ത് ചെയ്തിരുന്ന മഹാനായ ശംഉൽ ഖാസി തങ്ങൾ അവர்கள் തന്റെ ജീവിതത്തെ 1000 വർഷങ്ങൾ ഇങ്ങനെ പിന്നിടുകയാണ്. ആളുകൾക്കൊക്കെ വല്ലാത്ത ഒരു അസൂയ, ശത്രുക്കളെല്ലാം അവർക്കൊക്കെ വല്ലാതെ അസൂയ വരികയാണ്. അവർക്ക് വല്ലാതെ അദ്ദേഹത്തെ കൊല്ലണം എന്ന രീതിയിലാണ് അവർ ജീവിക്കുന്നത്. ഓരോ ചർച്ച ചെയ്യാറുണ്ട്, അവർ മജ്‌ലിസുകൾ ഇങ്ങനെ കൂടിയിട്ട് അവരിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തെ എങ്ങനെ നമുക്ക് വധിക്കാൻ കഴിയും, ഇദ്ദേഹത്തെ എങ്ങനെ നമുക്ക് കൊല്ലാൻ കഴിയുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴതാ ഒരാൾ പറയുകയാണ്, ശംഉൽ ഖാസിയുടെ ഭാര്യ നമുക്കൊന്ന് സമീപിച്ചാലോ. ശംഉൽ ഖാസിയുടെ ഭാര്യയെ വിളിക്കുകയാണ്. തങ്ങൾ അവരുടെ ഭാര്യയുടെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുമ്പോ, കനകം മോഹിച്ച പെണ്ണ്, കനകം മോഹിച്ച പെണ്ണ് ശംഉൽ ഖാസിയുടെ ഭാര്യയോട് അവിടുത്തെ ആളുകൾ പറയുകയാണ്, ഒരുപാട് നാണയങ്ങൾ നിനക്ക് നൽകാം, ഒരുപാട് ദീനാറുകൾ നിനക്ക് നൽകാം, ഒരുപാട് ദിർഹമുകൾ നിനക്ക് നൽകാമെന്ന് പറയുമ്പോ അല്ലാ കനകം മോഹിച്ച പെണ്ണ് അവിടുന്ന് അവരുടെ വാഗ്വിലാസത്തിൽ വീഴുകയാണ്, അവരുടെ വാഗ്വിലാസത്തിൽ വീഴുകയാണ്. ഈ പെണ്ണ് നേരാവണ്ണം തിരിച്ചു പോവുകയാണ്. രാത്രി കിടന്നിറങ്ങുന്ന മഹാനായ ശംഉൽ ഖാസിയെ കെട്ടിയിടുകയാണ്. ആരവറുകളെ കെട്ടിയിട്ടു. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. ഈ തന്നെ കെട്ടിയിട്ട കയറുകളെല്ലാം തുണ്ടമാവുകയാണ്. രണ്ടാമതായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശത്രുക്കൾ ഒരു ചങ്ങല കൊടുക്കുകയാണ്. ഈ ചങ്ങല എടുത്തിട്ട് ഇദ്ദേഹത്തെ രാത്രി കിടന്നുറങ്ങുമ്പോ അവിടുന്ന് കെട്ടിയിടുകയാണ്. എന്നാലും ആ ചങ്ങലയും തുണ്ടമായി. രക്ഷയില്ല. ശത്രുക്കളോട് പറഞ്ഞു, ഞാൻ ഇത് ചെയ്തിട്ട് രക്ഷയില്ല, എന്താണ് ഞാൻ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ രാത്രിയതാ ശംഉൽ ഖാസി തന്റെ ഭാര്യയോട് പറയുകയാണ്, എന്തിനാണ് എന്നെ കെട്ടിയിടുന്നത്? അങ്ങക്ക് ശക്തിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കെട്ടിയിട്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കെട്ടിയിട്ടത്. ഭാര്യയെ വിശ്വസിച്ച തന്റെ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എങ്ങനെ കെട്ടിയിട്ടാലും, എങ്ങനെ എന്നെ ബന്ധനസ്ഥനാക്കിയാലും, എന്നെ ഇതിൽ നിന്ന് എന്നെ കൊടുക്കാൻ ഞാൻ ഇതിൽ നിന്നും ഊരിപ്പോകും, ഇതിൽ നിന്ന് ഞാൻ ഒഴിയുമെന്ന് തന്റെ ഭാര്യയോട് മഹാനായ ശംഉൽ ഖാസി തങ്ങൾ അവர்கள் പറയുകയാണ്. അങ്ങനെ ഇദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് വലിയ ഒരു ഫലമുണ്ട്, എന്റെ മുടി വെച്ചുകൊണ്ട് എന്നെ കെട്ടിയിട്ടാൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് മഹാനായ ശംഉൽ ഖാസി തന്റെ ഭാര്യയോട് പറയുകയാണ്. ഭാര്യ എവിടുന്നതാ ഉറങ്ങിക്കിടക്കുമ്പോ ഭാര്യയോട് വിശ്വാസപൂർവം പറഞ്ഞ തങ്ങൾ അവர்கள் കിടന്നുറങ്ങുമ്പോ അവിടുന്നതാ തന്റെ മുടി വെച്ചുകൊണ്ട് കെട്ടിയിടുകയാണ്. കെട്ടിയിട്ട മഹാനവർക്ക് അവിടുന്ന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ശത്രുക്കളെ വിളിച്ചു കൊണ്ടുവരികയാണ്. മഹാനായ ശംഉൽ ഖാസിയുടെ അടുക്കിലേക്ക് കടന്നു ചെന്നപ്പോ തുണ്ടമാക്കുകയാണ്. കൈകളെല്ലാം വേർതിരിക്കുകയാണ്, കാലുകളെല്ലാം വേർതിരിക്കുകയാണ്. അവിടുന്ന് വല്ലാത്ത ഒരു അശരീരി കേൾക്കുകയാണ്. ഇവിടുന്നറിയുന്നില്ല, കാറ്റ് വീശുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ഇവരെല്ലാം ഇല്ലാതെയാവുകയാണ്. ശംഉൽ ഖാസി തന്റെ കൈകളെല്ലാം വേറിട്ടുപോയ കൈകളെല്ലാം തിരിച്ചു ലഭിച്ചു, വേറിട്ടുപോയ കാലുകളെല്ലാം അതൊക്കെ തിരിച്ചു ലഭിച്ചു. അല്ലാഹ്ക്ക് വേണ്ടിയിട്ട്, പടച്ചവന് വേണ്ടിയിട്ട്, അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരാണ് നമ്മുടെ മഹാന്മാരായ ആളുകൾ, നമ്മുടെ മഹത്തുക്കളായ ആളുകൾ. അവരോടൊപ്പം ആകണോ, അവരുടെ പാതയാണ് നാം പിന്തുടരേണ്ടത്. അല്ലാഹ്
തൗഫീഖ് നൽകട്ടെ. പടച്ചറപ്പ് തൗഫീഖ് നൽകട്ടെ. നമുക്ക് എന്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് കണ്ണീര് പൊഴിക്കാൻ പോലും നമുക്ക് കഴിയില്ല. പടച്ചോന് വേണ്ടിയിട്ട് ഒന്ന് കണ്ണീര് പൊഴിക്കാൻ, കണ്ണീര് പൊടിച്ചിട്ട് എത്രയോ കാലമായി എൻ്റെ ഉമ്മമാര് കണ്ണീര് പൊടിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി. ഇതൊക്കെ ഫുട്ബോളിന്റെ മാമാങ്കം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോ അതിലൂടെയൊക്കെ ചെറുപ്പക്കാര് അതിനെ പ്രേമിച്ച് അതിലൂടെ മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ യുവാക്കളെയൊക്കെ, നമ്മുടെ യുവതികളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടൊരാള് തൻ്റെ പള്ളിയുടെ മുന്നിലൊരു ഫ്ലക്സ് വെച്ചു. അർജന്റീനയും ബ്രസീലിന്റെയും ഒക്കെ ഫ്ലക്സ് വെച്ചിട്ട് അന്ന് പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് തൻ്റെ ഹദീബ്, തൻ്റെ പള്ളിയിലുള്ള മഹല്ലത്തിലുള്ള തൻ്റെ ഹദീബ് അവിടുന്ന് പ്രസംഗിക്കുകയാണ്. ഇതൊന്നും വെക്കാൻ പാടില്ല, ഇതൊന്നും പാടില്ല എന്നൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ യുവാക്കൾ ഇങ്ങനെ പറയുകയാണ്. യുവാക്കൾ അങ്ങനെ അവരൊക്കെ ഒന്ന് ചർച്ച കൂടിയിട്ട് പിറ്റേന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഖത്തീബ് എഴുന്നേറ്റ് തന്റെ മദ്രസയിലേക്ക് പോകുന്ന നേരത്ത് ഫ്രണ്ടിലൊരു ബോർഡ്, ഇന്നലെ വെച്ച ബോർഡ് അഴിച്ചു മാറ്റി. ഏതായാലും ഖത്തീബ് പറഞ്ഞതല്ലേ, അതുകൊണ്ട് അഴിച്ചു മാറ്റാമെന്ന് വിചാരിച്ച് ആ ഫ്ലക്സ് അഴിച്ചു മാറ്റി. പിന്നെ വേറൊരു ഫ്ലക്സ് വെച്ചു. ഈ ഫ്ലക്സ് വെച്ച് ഇതിലൂടെ അവരറിയിക്കുകയാണ്, ഖത്തീബ് എന്ത് പറഞ്ഞാലും, മുല്യാർ എന്ത് പറഞ്ഞാലും ഇത്തവണ ബ്രസീൽ തന്നെ കപ്പ് കൊണ്ടുപോകും. മുല്യാർ എന്തൊക്കെ പറഞ്ഞാലും ബ്രസീൽ തന്നെ കപ്പ് കൊണ്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കട്ടെ. ഇത്തരം ഇടയിലേക്കാണ്, ഇത്തരം രീതിയിലാണ് യുവാക്കളൊക്കെ, ഇന്നത്തെ യുവതികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, പടച്ചറപ്പ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ചൊന്ന് ഓർത്ത് കരയാൻ സാക്ഷാൽ ലയണൽ മെസ്സി ഇവരൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞു തീരുവാനും, ഇവരെയൊക്കെ കായിക താരങ്ങളെയും ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് ടീം തോറ്റാൽ കരയുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ കരയുകയാണ്. ഇങ്ങനെ കണ്ണീര് നമ്മൾ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ണീര് പൊടിക്കുമ്പോ എൻ്റെ മുമ്പിലേ ആലോചിക്കണേ, കണ്ണ് തന്നതാരാ? അതല്ലാഹുവാണ്. ഈ ജീവിതം നൽകിയത് ആരാ? ഇതല്ലാഹുവാണെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വരണേ, ബോധം നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരണേ. അമ്മാനെ കുറിച്ചിട്ട് ഭയന്ന്, അമ്മാനെ പേടിച്ച് കരഞ്ഞവരാരോ, അമ്മാനെ പേടിച്ച് കരഞ്ഞവരാരോ അവര് നാളെ നരകത്തിനല്ല. ഏതുവരെയാ? അകിടുകളിൽ നിന്ന് പാലെടുത്തു, തിരിച്ച് അകിടുകളിലേക്ക് പോകുന്നത് വരെ, അകിടുകളിൽ നിന്ന് പാലെടുത്ത് ആ പാല് തിരിച്ച് അകിടുകളിലേക്ക് പോകുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞവരാരോ അവര് നാളെ നരകത്തിലല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പടച്ചവനെ കുറിച്ച് ഓർക്കലാണ്, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവന് വേണ്ടിയിട്ട് അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതം ഇങ്ങനെ പോകും, ആരാധന ഇല്ല. പടച്ചവന് വേണ്ടിയിട്ട് നന്ദി ചെയ്യാതെ നാമൊക്കെ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിലൊരു അഹങ്കാരമുണ്ട്, നമ്മുടെ ഇടയിലുണ്ട് ഒരു അഹങ്കാരം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പിറവിയില്ല, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ദുനിയാവാണ്, ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളൊരൊക്കെ ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ദുനിയാവിനെ നമ്മൾ ഓർക്കുകയും ദുനിയാവിലൂടെ ആഡംബരത്തിലൂടെ നമുക്ക് ജീവിക്കാനും ആഭാസങ്ങളോടുകൂടെ ജീവിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ മുഅ്മിനീങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതത്തിനൊരു അന്ത്യം കുറിക്കാൻ, ഈ ജീവിതത്തിനൊരു അവസാനം കുറിക്കാൻ മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ആ നേരത്ത് നാം ഒന്നുമില്ലാത്തവരായി പോകാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ,
കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത് മൻ കാന ആഖിറ കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ അവർ നാളെ സ്വർഗ്ഗത്തിലാണെന്ന് മുത്ത് ഹബീബുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു അവസാന നാളില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയെന്ന ഒരു കവി പാടിയത് മരണം വരും, ആ മരണത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല. നബിയെന്ന ഒരു കവി പാടുകയാണ് വലഖദ് അലിംതു ലിതഅദിയന്ന മനിയതി ഇന്നൽ മനായാ ലാ തതീഷു സിഹാമുഹാ. എനിക്കറിയാം എൻ്റെ മരണം വരുമെന്ന്, എനിക്കറിയാം എൻ്റെ മരണം എൻ്റെ അടുത്തേക്ക് എന്നിലേക്ക് വരുമെന്ന് എനിക്കറിയാം. എന്നാലോ നിശ്ചയമായും മരണത്തിന്റെ അമ്പ് ഇത് പിഴക്കാറില്ല. അല്ലാഹ് എപ്പോഴാണോ കരുതിയത്, അല്ലാഹ് എപ്പോഴാണോ തീരുമാനിച്ചത്, അപ്പം നമ്മുടെ റൂഹ് എടുത്തു കൊണ്ടുപോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എപ്പോഴാണ് മരിക്കാന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം തരട്ടെ. അതുകൊണ്ട് അസ്രായീൽ കടന്നു വന്നാൽ, നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നാൽ ഇസ്രായേലിനോട് ഒരു മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കുമോ, ഒരു സെക്കൻഡ് ഒന്ന് കാത്തു നിൽക്കുമോ എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുനിങ്ങളെ നമുക്ക് ആഗ്രഹമാണ് മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഗ്രഹമില്ലേ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ ഒന്ന് ഉറക്കാമീൻ പറയൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണമെന്ന് കരുതുന്ന മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലണം. എനിക്ക് മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് പോകേണ്ടവരാണ് എന്ന് കരുതുന്ന ആളുകളൊക്കെ ഒന്ന്, അങ്ങനൊക്കെ ഒരു ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിച്ച് മരിക്കുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം തരട്ടെ. കയ്യൊക്കെ പൊന്തിക്കാൻ നല്ല ഉഷാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല മരണം നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ജീവിക്കുന്നത് പടച്ചവന് വേണ്ടിയിട്ടാണ്. സ്വർഗം നേടാ എന്നുള്ളൊരു ലക്ഷ്യം, സ്വർഗത്തിലേക്ക് കടക്കണം. നമുക്ക് സ്വർഗമാണ് നമുക്ക് വേണ്ടത്, നരകം ആർക്കും ആവശ്യമില്ലല്ലോ. സമസ്തയുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പോലത്തെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇവരൊക്കെ മരിച്ചു പോയപ്പോ, ഇവർക്ക് നമ്മോട് വിട പറഞ്ഞപ്പോ അവസാനമായിട്ട് ഉച്ചരിച്ചതേതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പാറിപ്പറന്നവരാണ്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പാറിപ്പറന്നവരാണ് എന്റെ മുഅ്മിനീങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവസാന നാട് മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര ആളുകളാണ് നമ്മോട് വിട പറയുന്നത്, എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാടിനടുത്ത്, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ കുടുംബങ്ങൾ ഇവരൊക്കെ വിട പറയുമ്പോൾ ആ നേരത്തെ ഒരു ചിന്ത ഉണ്ടാകും. ചിന്തയുള്ള ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾ ആ നേരത്തൊരു ചിന്തയുണ്ടാകും. ഞാനിങ്ങനെ മരിക്കുമല്ലോ, ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. ഖബർ കണ്ടവരാണ്, ഖബർ കുടിച്ചവരാണ്, ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുന്നത് നമ്മൾ കണ്ടവരാണ്. പക്ഷേ എന്ത് വന്നാലും കുഴപ്പമില്ല, എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് കരുതരുത്. എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാനങ്ങനെ പോകുമെന്നൊക്കെ ഞാനൊന്നും ദിക്ർ ചൊല്ലുന്നവനാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ മരിക്കുന്ന നേരത്ത് നാവ് പൊന്താൻ പ്രയാസമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മരിക്കുന്ന നേരത്തെ നാവ് പൊന്താൻ പ്രയാസമാണ്. അല്ലാഹു റസൂൽ പറയുകയാണ്, മരിക്കുന്ന നേരത്ത് ഈ മരണപ്പെടുന്ന വ്യക്തിക്ക് വല്ലാത്ത ദാഹമുണ്ടാകുമത്രേ. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഇത് മതിയാകില്ല.
ഒരിറ്റു വെള്ളം കൊടുത്താൽ അത് മതിയാകില്ല, ആഴക്കടലിലെ വെള്ളം കുടിച്ചാലും അവന് മതിയാകില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ക്ലാസ്മേറ്റ് കൂടിയായ ബഹുമാനപ്പെട്ട മാലിക് കമാലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ, അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കട്ടെ, അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു സ്വർഗീയ വിരിപ്പ് അല്ലാഹു വിരിച്ചു കൊടുക്കട്ടെ, അല്ലാഹു വിരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, എപ്പോഴും ഇസ്രായേൽ വരുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാകണം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഓരോ അമലുകളും ചെയ്യേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോകുമല്ലോ, ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ പോകുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ അടുക്കിലേക്ക്, നമ്മുടെ കൽബങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിന്റെ തൗഫീഖ് നൽകട്ടെ, പടച്ചുറപ്പ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മയ്യത്താണ്, നാട്ടിൽ നമ്മുടെ മയ്യത്താണ്, വീട്ടുകാര് മയ്യത്താ വിളിക്കുക, കുടുംബക്കാര് മയ്യത്താണ് വിളിക്കുക, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോ അവരൊക്കെ ചോദിക്കുന്നത് മയ്യത്ത് എപ്പോഴാണ് എടുക്കുക, മയ്യത്തിന് എപ്പോഴാണ് കുളിപ്പിക്കുക, ഇതേ അവർ ചോദിക്കുകയുള്ളൂ. പക്ഷെ അവർ ചോദിക്കുകയില്ല. നാമങ്ങളെല്ലാം മാഞ്ഞുപോയി, പേരുകളെല്ലാം മാഞ്ഞുപോയി. വെറുമൊരു മയ്യത്താണ്, വെറുമൊരു മയ്യത്താണ്. ആറ് കാലുള്ള വാഹനത്തിൽ ഇന്ന് പോവുകയാണ്, പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. എത്രയോ ആളുകൾ പറയുകയാണ് ഇവര് തമ്മാടിയാണ്, നാട്ടില് ഫിത്ന ഇറക്കിയവനാണ്, നാട്ടില് മറ്റുള്ളവന്റെ പച്ചയിറച്ചി ഭക്ഷിച്ചവനാണ്, നാട്ടിൽ ഒരുപാട് ഐബത്തും നമീമത്തും പരത്തി നടന്നവനാണ്. ഈബത്തും നമീമത്തൊക്കെ പറഞ്ഞു നടന്നവനാണ് എന്നൊക്കെ നാട്ടുകാർ പറയുമത്രേ. ചില ആളുകൾ മരിച്ചാ പറയും നല്ലവനാണ്, സ്വതക്ക നൽകുന്നവനാണ്, നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അതേവൻ മുന്നിട്ടിറങ്ങും, അതിനു വേണ്ടി കിട്ടില്ല, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നവനാണ്, നല്ല രീതിയിൽ മരിക്കലാണ്, നല്ല രീതിയിൽ ആളുകൾ പറയുന്ന രൂപത്തിലാകണോ നമുക്ക് ജീവിക്കേണ്ടത്. കുറച്ച് പൈസ വരുമ്പോ അപ്പൊ നമ്മുടെ അടുക്കലേക്ക് കിബറ് വരില്ല. കുറച്ച് പൈസ വരുമ്പോ നമ്മുടെ മനസ്സങ്ങളിലേക്ക് നമുക്ക് തോന്നാറ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്തൊക്കെ വെച്ച് കിബറ് നടിക്കല്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ പള്ളിക്കാട്ടിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ വാനലോകത്ത് നിന്ന് 70,000 മലക്കുകളാണ് 70,000 മലക്കുകളാണ് വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നത്. എന്തോരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. 70,000 മലക്കുകളാണ് വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നത്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകുമാറാകട്ടെ. എല്ലാ ആളുകൾ പറയും അത്രേ, എന്നെ വേഗം കൊണ്ടുപോ. നശിച്ച ആളുകൾ, തെമ്മാടിത്തരങ്ങളോടുകൂടെ ജീവിച്ച ആളുകൾ പറയും അത്രേ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇന്ന് നാളെ പറയുമത്ര അല്ലാഹു ധാരാളം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു, നാട്ടുകാരൻ നിസ്കരിക്കുന്നു, വീട്ടുകാരൻ നിസ്കരിക്കുന്നു, ഖബറിലേക്ക് നമ്മെ ഇറക്കി വെക്കുകയാണ്. ഖബറിലേക്ക് നമ്മെ ഇറക്കി വെക്കുകയാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ മയ്യത്ത് നമ്മൾ ഇറക്കി വെച്ചവനാണ്. നാളെ നമ്മുടെ മയ്യത്തും നാളെ ഖബറിലേക്ക് ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ
ആരാണ് നമുക്ക് കൂട്ടിനുണ്ടാവുക? നമ്മുടെ കുടുംബക്കാർ നമുക്ക് കൂട്ടിനില്ല, നമ്മുടെ ഭാര്യമാർ നമുക്ക് കൂട്ടിനില്ല, സുഹൃത്തുക്കൾ നമുക്ക് കൂട്ടിനില്ല. ഇന്നലെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് പല കേന്ദ്രങ്ങളിലേക്കും പോകാൻ, പല ഇടങ്ങളിലേക്കും പോകാൻ കൂട്ടുകാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നാളെ ഖബറിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ ആരാണ് നമ്മുടെ ഇടയില്, ആരെയാണ് നമുക്ക് കൂട്ടിനുണ്ടാവുക? അതിരക്ഷിക്കട്ടെ, നാളെ ആരാണ് കൂട്ടിനുണ്ടാവുക? അല്ലേ തടവാ ഉസ്താദ് പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, ഇടയ്ക്ക് പകരോ മണമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ റസ്മാന. തൗഫീഖ് നൽകട്ടെ, ഖബറിൽ അല്ലാഹു രക്ഷ നൽകട്ടെ, അല്ലാഹു രക്ഷ നൽകുമാറാകട്ടെ. ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആരാരും കൂട്ടിയില്ല. ചില ആളുകളെ ഖബർ ഞെരുക്കുമത്ര, എല്ലാ ആളുകളെയും ഖബർ ഞെരുക്കുമത്ര. ചില ആളുകളെ ഖബർ കണ്ട് ഞെരുക്കിയിട്ട് അവരുടെ വാരിയെല്ലാം, അവരുടെ എല്ലുകളെല്ലാം നുറുങ്ങിപ്പോകുമത്ര. ചില ആളുകളെ ഒരു ഉമ്മ തൻ്റെ മകനെ താരാട്ട് പാട്ട് പാടി കൊടുക്കുന്നത് പോലെ, താരാട്ട് പാടി കൊടുക്കുന്നത് പോലെ ഒരു ഉമ്മ തൻ്റെ മകനെ താലോലിക്കുന്നത് പോലെ ഖബർ നാളെ നമ്മെ താലോലിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് രണ്ട് രീതിയിൽ ഖബർ നമ്മെ ഞെരുക്കുമത്ര അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബറിനെ നമ്മെ ഏത് രീതിയിലാണ് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. ഖബർ എല്ലാവരെയും ഞെരുക്കുന്നതാണ്. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വല്ലാതെ കരയുകയാണ്. വല്ലാതെ പൊട്ടിക്കരയുന്ന നേരത്ത് അതാ മുന്നിലൂടെ ഒരു കുഞ്ഞുമോനെ ഖബർ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഖബറ് തന്റെ കുഞ്ഞുമോന്റെ മയ്യത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ട ആയിഷ ബീവി വല്ലാതെ കരയുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്തിനാണ് ആയിഷ, അങ്ങെന്തിനാണ് കരയുന്നത്, അങ്ങെന്തിനാണ് പൊട്ടിക്കരയുന്നത്? ആയിഷ ബീവി പറയുകയാണ്, ഇല്ല, അതാ ഒരു കുഞ്ഞുമോന്റെ ഖബറ് കൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ്, ഒരു കുഞ്ഞുമോന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്. ഈ കുഞ്ഞുമോനെയോ നാളെ ഖബർ ഞെരുക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. പല ആളുകളെ ഖബർ ഞെരുക്കിയിട്ടുണ്ടല്ലോ. മുസ്തഫ നബി തങ്ങളുടെ പൊന്നാര മകളുടെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്, ഖബറിലേക്ക് വെക്കുകയാണ്. ഖബറിലേക്ക് വെച്ചപ്പോ ആ ഖബറിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാണ്, ആദ്യമായിട്ട് പൊട്ടിക്കരയുകയാണ്. സഹാബാക്കിറാം ചോദിക്കുന്നു, എന്തിനാണ് നബിയേ, എന്തിനാണങ്ങ് പൊട്ടിക്കരഞ്ഞത്, എന്തിനാണങ്ങ് പൊട്ടിക്കരഞ്ഞത് എന്ന് ചോദിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ പൊട്ടിക്കരഞ്ഞത് എന്റെ മകളെ ഖബർ ഞെരുക്കുകയാണ്, ഇത് കണ്ടിട്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞത്. പിന്നെ റസൂലുള്ള ചിരിച്ചല്ലോ, നബിയേ അങ്ങെന്തിനാണ് ചിരിച്ചത്, അങ്ങെന്തിനാണ് ചിരിച്ചത്? റസൂൽ പറയുകയാണ്, സ്വഹാബാ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മകളുടെ ഖബർ അല്ലാഹു ഞെരുക്കി കൊടുത്തത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലമാക്കി കൊടുത്തത്രേ. ഖബർ ഞെരുക്കിയിരുന്നു, അല്ലാഹു ഞാൻ ദുആ ചെയ്തു, ഖബർ അല്ലാഹു വിശാലമാക്കിയത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നല്ല അനുഭൂതി അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നാളെ ആ വീട്ടിലേക്ക് ചെന്നാൽ ഇന്ന് നമ്മൾ കിടക്കുന്ന മെത്തയില്ല,
നാളെ നമ്മൾ ചെന്നാൽ ഇന്ന് കിടക്കുന്ന മെത്തയില്ല, നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്ന കിടക്കയോ ഇന്ന് നമ്മൾ വിരിക്കുന്ന ബെഡ്ഷീറ്റോ ഇതൊന്നുമില്ലാതെ നാളെ ഖബറിൽ നാം മണ്ണോട് ചേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ച് തരുമാറാകട്ടെ, അല്ലാഹു സഫലീകരിച്ച് തരുമാറാകട്ടെ. മഹദിയായ ഖദീജ ബീവി മരിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഫം പുതയ്ക്കേണ്ടത് അങ്ങാണ്, എന്നെ കുളിപ്പിക്കേണ്ടത് അങ്ങാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോൾ, മഹദിയായ ഖദീജ ബീവി അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബിനോട് ഇതൊക്കെ പറഞ്ഞ് അവസാനമായി നബിയോട് പറയുകയാണ്, നബിയേ, ഖദീജ മരിക്കുകയാണ്, ഖദീജ പിരിയുകയാണ്. ഖദീജ പിരിഞ്ഞ നബിയേ, അങ്ങയുടെ ജീവിതത്തെ അങ്ങയോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. ഖദീജ പിരിയുകയാണ് നബിയേ, ഇത്രയും കാലം അങ്ങയോടൊപ്പം ഞങ്ങള് ജീവിച്ചതാണ്, അങ്ങയോടൊപ്പം അങ്ങയുടെ ഭാര്യയായി അങ്ങയുടെ പ്രിയതമയായി ഞാൻ ജീവിച്ചതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇത്രയും കാലം ജീവിച്ചത് കൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബേ ഒന്ന് പൊരുത്തപ്പെട്ട് തരണേ എന്ന് മഹദിയായ ഖദീജ പൊന്നാര നബിയോട് പറയുമ്പോ പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ഖദീജയോട് പറയുകയാണ്, എന്ത് പൊരുത്തപ്പെട്ട് തരാനാണ് ഖദീജ, എന്ത് പൊരുത്തപ്പെട്ട് തരാനാണ് ഖദീജ, ഒന്നുമില്ല ഖദീജ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ലോകത്തോട് വിട പറയുകയാണ്. പൊന്നാര ഖദീജയുടെ മയ്യത്ത് കുടിപ്പിച്ചതാരാ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പൊന്നാര ഖദീജയെ കഫം പുട പുതപ്പിച്ചതാരാ? അത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. മുഅ്മിനീങ്ങളെ, ഖദീജ ബീവിയെ ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബറിലേക്ക് കൊണ്ടുപോയിട്ട് പൊന്നാര നബി തങ്ങളെ ഖദീജ ബീവിയെ എടുത്തിട്ട് ഖബറിലേക്ക് മണ്ണോട് തന്നെ കവിൾത്തടം അവിടുന്ന് ചേർത്ത് വെക്കുമ്പോ അവിടുന്ന് മണ്ണോട് ചേരുന്നില്ല. കുറച്ച് മണ്ണ് അല്ലാഹുവിന്റെ റസൂൽ എടുത്തു. ഈ മണ്ണ് ഉരുളയാക്കിയിട്ട് പൊന്നാര ഖദീജയുടെ കവിൾത്തടത്ത് വെച്ചു. എന്നിട്ടതാ ഖദീജയുടെ കവിൾത്തടം മണ്ണോട് ചേരുന്നില്ല. ഖദീജയുടെ കവിൾത്തടം അത് മണ്ണോട് ചേരുന്നില്ല. സുബ്ഹാനല്ലാഹ്. വാനലോകത്ത് നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഞാൻ റസൂലിനോട് പറയുകയാണ്, ഖദീജയുടെ മണ്ണ് തൊടില്ല നബിയേ, ഖദീജയുടെ മണ്ണ് തൊടില്ല നബിയേ. ആരാണ് പ്രിയപ്പെട്ടവരെ ഖദീജ? ഇന്ന് നമ്മുടെ പല പാട്ടുകളും പ്രേമത്തിന്റെ പേരിൽ കണ്ണിറക്കി ഒരുപാട് പാട്ടുകളൊക്കെ ഇറക്കി നമ്മൾ വിശദീകരിച്ച് ഒരുപാട് സീനുകളൊക്കെ നമ്മൾ രംഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതൊക്കെ നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അവരെല്ലാം ഖദീജ ബീവി ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഖദീജ ബീവി ആരാണ്? ഒരുപാട് സമ്പത്തുള്ളവരായിരുന്നു. ഒരുപാട് സ്വതക്ക നൽകുന്നവരാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് ജിബ്രീൽ, ഖദീജയുടെ മണ്ണ് തൊടില്ല നബിയേ, ഖദീജയുടെ മണ്ണ് തൊടില്ല നബിയേ. ആരാണ് ഖദീജ? പൊന്നാര നബി തങ്ങളുടെ അടുക്കിലേക്ക് വാനലോകത്ത് നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പൊന്നാര നബിയോട് ചോദിക്കുകയാണ്, എവിടെ പോയി ഖദീജ? എവിടെയാണ് ഖദീജ?
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്തിനാണ് ഖദീജാനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു ഖദീജയോട് സലാം പറയാൻ, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു ഖദീജയോട് സലാം പറയാൻ. മഹദിയായ ഖദീജ തന്റെ ജീവിതം മുഴുക്കെ അല്ലാഹനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാണസഖിയായി ജീവിച്ചവരാണ് മഹദിയായ ഖദീജ. ഒരുപാട് സ്വതക്ക നൽകിയവരാണ്, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചതാണ്. അതുകൊണ്ട് ഖദീജയുടെ കവിൾ തരം മണ്ണ് തൊടില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളൊക്കെ ചെന്ന എന്താണ് അവസ്ഥ മുഅ്മിനീങ്ങളെ? ചിതറും പുഴുക്കൾ തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. ചിതറുണ്ടാവും, പുഴുക്കളുണ്ടാകും. ഇങ്ങനെ ഇവരോടൊപ്പം നമ്മൾ ജീവിക്കുകയാണ് ഖബർ ജീവിതം. കാത്തിരക്ഷിക്കട്ടെ. അവരിൽ നിന്നുള്ള ഓരോ ഉപദ്രവങ്ങളും അതൊക്കെ ഖബറിലുണ്ടാകുമ്പോൾ പുഴുക്കളൊക്കെ തൻ്റെ ശരീരം ഇങ്ങനെ ഭക്ഷിക്കുമത്രേ. ചിതരൊക്കെ തൻ്റെ ശരീരം ഭക്ഷിക്കുക. അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റബ്ബേ. സ്വർഗീയ അനുഭൂതി നൽകണേ തമ്പുരാനെ, സ്വർഗീയ അനുഭൂതി നൽകണേ തമ്പുരാനെ. നിങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഖബറിൽ നമുക്ക് രക്ഷയുണ്ടാകില്ല. ഖബറിൽ നമുക്ക് രക്ഷ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ദിവസവും നമ്മൾ ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക. ദിവസം നമ്മൾ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുൽക്ക് സൂറത്ത് എല്ലാവർക്കും അറിയില്ലേ? സുബ്ഹാനക സൂറത്ത് നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. മുത്തനബി തങ്ങൾ പറയുകയാണ്, ആരാണോ ദിവസവും അത് പാരായണം ചെയ്യുന്നത് അവന്റെ ഖബറിൽ അല്ലാഹു രക്ഷ നൽകുന്നതാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇടയിൽ നാം എപ്പോഴും അത് പാരായണം ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പടച്ചറപ്പ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിൽ നമുക്ക് രക്ഷയുണ്ടാകില്ല. ദുനിയാവിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിച്ചു, വല്ലാതെ നമ്മൾ ജീവിക്കുകയാണ്. ഖബറിൽ നമുക്ക് രക്ഷ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകട്ടെ. ചില ആളുകൾക്ക് വല്ലാതെ അനുഭൂതിയാണ്. മുസ്തഫ നബി തങ്ങൾ സ്വഹാബാ കിറാം തന്റെ അടുക്കൽ നിന്ന് സ്വഹാബി മരണപ്പെട്ടു. അദ്ദേഹത്തെ തന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹി ഖബറിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടുന്ന് മാറി നിന്നു. സ്വഹാബാ കിറാം ചോദിച്ചു, അല്ല നബിയെ, അങ്ങ് എന്തിനാണ് മാറി നിന്നത്? സ്വഹാബാ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, ഞാൻ ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ ആ ഖബറിലേക്ക് ഞാൻ നോക്കി നിൽക്കുമ്പോ ആ സ്വഹാബിയുടെ കഫംപുട അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഹൂറിലിങ്ങനെ കടന്നു വന്നിട്ട് ആ കഫംപുട മാറ്റുമ്പോ ആ സ്വഹാബിയുടെ അദ്ദേഹത്തിന്റെ ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് മാറി നിന്നത് എന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖബറിൽ ചില ആളുകൾക്ക് രക്ഷയാണ്, അനുഭൂതിയാണ്. അല്ലാഹു നമുക്ക് തരട്ടെ, അല്ലാഹു നൽകട്ടെ. നിങ്ങളെ ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ദുനിയാവിൽ വെറുതെ ജീവിക്കരുത്. മരണം വരുമെന്ന് ഖബറിലേക്ക് പോകേണ്ടവരാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറെടുക്കാത്ത ഒരേ ഒരു ഉമ്മ മഹാനായ അലിയാർ തങ്ങളുടെ ഉമ്മയായ ഫാത്തിമ ബിൻത് അസദ് എന്ന ആ ഉമ്മയാണ് മരണപ്പെട്ടപ്പോ സ്വഹാബാ കിറാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, അലിയാർ തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുക്കലേക്കൊന്ന് കടന്നു ചെന്നിട്ട് അവരുടെ ജനാസയിലൊന്ന് പങ്കിടണം
ഇവരെ ഒന്ന് ജനാസയിൽ ഒന്ന് പങ്കിടണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ അവർ പോവുകയാണ്. അങ്ങനെ സ്ഥലത്ത് എത്തുകയും അവിടുന്ന് ആ മാതാവിന്റെ മയ്യത്ത് തന്റെ പള്ളിക്കാട്ടിലേക്ക് കബറിലേക്ക് കൊണ്ടുവെക്കുന്നതിന് മുമ്പ്, ആ കബറിലേക്ക് മയ്യത്ത് ഇറക്കുന്നതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹ് കബറിലേക്ക് ഇറങ്ങുകയാണ്. റസൂലുള്ളാഹ് അവിടെ കിടക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ കിടക്കുകയാണ്. പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് കബറിലേക്ക് ഈ മയ്യത്ത് വെക്കുകയാണ്. ആ മയ്യത്തിനെ കബറ് ഞെരുക്കിയിട്ടില്ല എന്ന് സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹ് പഠിപ്പിക്കുകയാണ്. ബർസഖിയായ ജീവിതത്തില് പല പല കോലങ്ങളിലായിട്ടാണ്, പല രൂപത്തിലായിട്ടാണ് പല ആളുകളെ ശിക്ഷിക്കപ്പെടുന്നത്. ചില ആളുകളെ 99 പാമ്പ് അവിടുന്ന് കബറിൽ നിന്നവരെ കടിക്കുമത്രേ, അവരെ കൊത്തുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് 99 പാമ്പാണ്, 99 പാമ്പ്. ഈ പാമ്പിൽ നിന്നൊരു പാമ്പ് ഭൂമിയിലേക്കൊന്ന് ഊതിയാൽ ഭൂമിയിൽ ഒരു പുല്ല് പോലും മുളക്കുകയില്ല എന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 99 പാമ്പിൽ പല റിവായത്തുണ്ട്, പല ഹദീസുകൾ പല ആളുകളും പല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ആളുകളും പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പ്രബലമായി പറയുകയാണെങ്കിൽ 99 പാമ്പ് നാളെ നമ്മുടെ കബറിൽ ഉണ്ടാകുമത്ര അല്ലാഹുവിന്റെ റസൂൽ പറയാ. അതിലൊരു പാമ്പ് ദുനിയാവിൽ ഈ ഭൂമിയിലേക്ക് ഊതിയാൽ ഒരു പുല്ല് പോലും ഇളക്കുകയില്ല. നമ്മുടെ അവസ്ഥ പറയണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാ കിറാമിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബാ ഇന്നാരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇന്നാരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? സ്വഹാബാ കിറാമിനോട് ചോദിക്കുമ്പോ ഇല്ല നബിയേ, ഇല്ല നബിയേ. സ്വഹാബാ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ സ്വപ്നത്തിൽ 2 ആളുകൾ എന്റെ അടുക്കിലേക്ക് വരികയാണ്. അവരെന്നെ കൊണ്ടുപോയി, ദൂരത്തേക്ക് കൊണ്ടുപോയി. അവരങ്ങനെ ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അവര് പറയുകയാണ്, നബിയേ പറഞ്ഞു തരാം, നബിയേ പറഞ്ഞു തരാമെന്ന് അവിടുന്ന് പറയുകയാണ്. തിരിച്ചവർ കൊണ്ടുപോകുകയാണ്. ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്, 2 ആളുകൾ. ഒരു കല്ലെടുത്തിട്ടൊരു മനുഷ്യരിങ്ങനെ മറ്റുള്ളവന്റെ തലക്കിങ്ങനെ ഇടുകയാണ്. ഇവന്റെ തല അത് അരിഞ്ഞു പോവുകയാണ്, ചതഞ്ഞരിഞ്ഞു പോവുകയാണ്. പിന്നെയും ഈ കല്ല് തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു. ഈ തലയും പൂർവസ്ഥിതിയിലേക്ക് എത്തുകയാണ്. പിന്നെയും ഇദ്ദേഹം കല്ലെടുക്കുന്നു, തലയിലേക്ക് ഇടുകയാണ്. ഇവരാരെയാ പറയാ നബിയേ, അങ്ങൊന്ന് മുന്നോട്ട് പോങ്ങോ. അങ്ങനെ കടന്നു ചെന്നപ്പോ ഒരു ഗുഹാമുഖത്തതാ ഈ തീക്കുണ്ടാരത്തിൽ ഇങ്ങനെ അടിയിൽ വല്ലാതെ വിശാലതയുണ്ട്, താഴ്ഭാഗം നല്ല വിശാലതയുണ്ട്, മേൽഭാഗം കുടുസായ വല്ലാതെ വീതിയില്ലാത്ത കുടുസായ ഒരു ഭാഗമാണ്. മേലെ വീതിയില്ല, അടിഭാഗം വിശാലമാണ്. ചില ആളുകൾ കത്തിയരുകയാണ്, അവർ മുകളിലേക്ക് പോവുകയും അതേപോലെ താഴോട്ട് വീഴുകയുമാണ്, കത്തിയരുകയാണ്. ഇവരാരാ നബിയേ പറയാ? ഒരു വൃക്ഷത്തിന്റെ ചാരത്തേക്ക്, ഒരു പുഴയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ പുഴയിലേക്ക് നോക്കുമ്പോ ഒരാളിങ്ങനെ നീന്താൻ തുനിയുന്നുണ്ട്. ഒരു കരക്ക് അടുക്കാൻ കുളത്തിൽ വീണ് കുളത്തിന്റെ ഈ പുഴയുടെ നടുഭാഗത്ത് അദ്ദേഹമുണ്ട്. നീന്താൻ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. നീന്തി കരക്കെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ എറിയുകയാണ്. ഇവിടെ നിന്നൊരാൾ അവിടുന്ന് അദ്ദേഹത്തെ മാറ്റുകയാണ്. പിന്നെയും പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു.
പിന്നെയും കരയിലേക്ക് എടുക്കുന്നു. ചോരപ്പുഴയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്ന ഒരാള് അദ്ദേഹത്തിന് കരക്ക് അടുക്കാൻ കഴിയുന്നില്ല. അവരാരാ പറയാൻ നബിയേ? ഒരു വൃക്ഷത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു വയോവൃദ്ധനായ ഒരാളിരിക്കുന്നുണ്ട്. ചുറ്റും കുഞ്ഞുമക്കളാണ്, ചുറ്റും കുഞ്ഞുമക്കളാണ്. ഇവരാരെയാണ് പറയാൻ നബിയേ? ഒരു വീട്ടിൽ കയറി ആ വീട്ടിൽ നിന്നും രണ്ടാമത്തെ വീട്ടിലേക്ക് ഇവർ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോവുകയാണ്. സുന്ദരമാക്കപ്പെട്ട വീടാണ്. ആ സുന്ദരമാക്കപ്പെട്ട വീട്, അതിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇതേതാണ് പറയാൻ നബിയേ? അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഒന്ന് മേൽപോട്ട് നോക്കാൻ പറയുകയാണ്. മേഘത്താൽ ഉണ്ടാക്കപ്പെട്ട മേഘങ്ങളാൽ വല്ലാതെ നമുക്ക് ദർശിക്കാൻ കഴിയാതെ, നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വല്ലാത്ത ഒരു വീട്. ആ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതാരാണ്, ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, ആദ്യം ചോദിച്ചു, നിങ്ങളാരാ? അന ജിബ്രീൽ, അന മീകായിൽ. നബിയേ, ഞാൻ ജിബ്രീലാണ്, ഞാൻ മീകായിലാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ആദ്യം കണ്ടില്ലേ, അവരാരാണ്? അവരാരാണ്? യേശുവിനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അയ്യപ്പത്ത് പറയുകയാണ്, ചുളവന്റെ പച്ചിറച്ചി ഭക്ഷിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, പടച്ചറപ്പ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറിയൊരു കാര്യം മതി, ചെറിയൊരു കാര്യം മതി. ഖബറിലെ രക്ഷ ഇല്ലാതെ, ഖബറിലെ രക്ഷ അത് ഇല്ലാതെയാകാൻ, ശിക്ഷ വരാൻ ചെറിയൊരു കാര്യം മതി. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ എപ്പോഴും ഇങ്ങനെ അസറിന് ശേഷം ഒരു ഖബറിന്റെ ഒരു മൈതാനത്ത് നിന്ന്, ഒരു ഖബറിന്റെ ചാരത്ത് നിന്ന് എപ്പോഴും കരച്ചിലിങ്ങനെ കേൾക്കും. കരച്ചിലിങ്ങനെ കേൾക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ ആ ചാരത്തേക്ക് കടന്നു ചെല്ലാറുണ്ട്. അദ്ദേഹത്തെ പറ്റിയിട്ട് അന്വേഷിക്കുകയാണ്. അസറിന് ശേഷം എപ്പോഴും ഇങ്ങനെ കഴുതയുടെ ഒരു കരച്ചില് ഒരു ഖബറിന്റെ അടുക്കിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇദ്ദേഹം ഏതായിരുന്നു? ഇദ്ദേഹം തന്റെ ജീവിതകാലങ്ങളില് എപ്പോഴും വീട്ടിലേക്ക് വരാറുണ്ട്. എപ്പോഴും വീട്ടിലേക്ക് വന്നാല് വീട്ടിലുള്ള തന്നെ പോറ്റി വളർത്തിയ തന്റെ മാതാവ് തന്റെ ഉമ്മയുടെ ചാരത്തേക്ക് വരികയാണ്. തന്റെ ഉമ്മയുടെ ചാരത്തേക്ക് വരികയാണ്. ഉമ്മ അവിടുന്ന് ചോദിക്കുന്നു, മോനെ, കള്ളു കുടിച്ചു വരുന്ന മോനോട് ചോദിക്കുന്നു, ഉമ്മ എന്തിനാണ് മോനെ കള്ളു കുടിക്കുന്നത്? നീ അല്ലാഹുവിനെ പേടിച്ചൂടെ? പടച്ചോനിത് കാണില്ലേ എന്നൊരു ഉമ്മ തന്റെ മകനോട് പറയുമ്പോ, തള്ളേ ഒന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് മിണ്ടാതിരിക്ക്, കഴുതയെ പോലെ ചിലക്കണോ എന്ന് ഒരു മാതാവിനോട് ഒരു മകൻ തന്റെ കള്ളു കുടിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് തന്നെ പോറ്റി വളർത്തിയ 6-7 മാസക്കാലം 8-9 മാസക്കാലം തന്നെ പോറ്റി വളർത്തിയ, തന്നെ വല്ലാതെ ഗർഭാശയത്തിൽ തന്നെ പ്രസവിച്ച, തനിക്ക് വേണ്ടിയിട്ട് തന്നെ ചുമന്ന തന്റെ മാതാവ്, ആ മാതാവിനോട് ഈ സഹോദരൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് കഴുതയെ പോലെ ചിലക്കുന്നത്? എന്തിനാണ്? ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഇദ്ദേഹം മരിച്ചു. എപ്പോഴും അസറിന് ശേഷമാണ് വീട്ടിലേക്ക് വരാറ്, വീട്ടിലേക്ക് പോകാറ്. അതുകൊണ്ടാണ് അസറിന് ശേഷം പോയിട്ട് ഈ കാര്യം പറയാറാണ്. എപ്പോഴും ഇതിങ്ങനെ പറയുമത്തെ. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞപ്പോ, അസറിന് ശേഷം മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഖബറിലെ രൂപം, അദ്ദേഹം ഇങ്ങനെ എഴുന്നേക്കുമത്ര. അദ്ദേഹത്തിന്റെ തലഭാഗം കഴുതയുടെ രൂപമാണ്. ഇങ്ങനെ അസറിന് ശേഷം ഖബറിന്റെ ഇടയിൽ നിന്ന് വേദന കൊണ്ടിങ്ങനെ വല്ലാതെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് വല്ലാതെ അവിടുന്ന് കഴുതയെപ്പോലെ ഇങ്ങനെ കരയുകയാണ്. ഒരു ഉമ്മ തന്റെ മാതാവിനെ വിഷമിപ്പിച്ചു, തന്റെ മാതാവിനോട് ധിക്കരിച്ചു. മാതാവിനെ ധിക്കരിക്കുകയാണ്. ആ മാതാവിനോട്
അസഭ്യം പറയുകയാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചെറിയൊരു കാര്യം മതി മുഅ്മിനെ. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് എന്താണോ വീഴുന്നത് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഗൈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫിത്ന നാട്ടിലുണ്ടാക്കുക. കല്യാണം വരുമ്പോൾ സ്വാഭാവികമായൊരു നാട്ടിൽ കല്യാണം വന്നാൽ ശരിയില്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിശ്വാസിയായ നല്ലൊരു മനുഷ്യനായിരിക്കാം, നല്ലൊരു യുവാവായിരിക്കാം. പക്ഷേ കല്യാണത്തിന് വേണ്ടിയിട്ട് കടന്നു വരുമ്പോൾ പെണ്ണ് വീട്ടുകാര് പെണ്ണൊക്കെ കണ്ട് പിന്നെ പെണ്ണ് വീട്ടുകാര് അന്വേഷിക്കുമ്പോൾ ഇവർ പറയാം, അച്ചക്കൻ നിങ്ങൾ കല്യാണം കഴിക്കണ്ട, വല്ലാത്ത ദുൽമാണ്, നാട്ടില് ഫസാദാണ്, അതുകൊണ്ട് ആ ചെക്കനെ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ പറയുന്ന തരത്തില് നാട്ടിൽ വരുന്ന കല്യാണങ്ങളൊക്കെ മുടക്കുന്ന ആളുകളുണ്ട്. കല്യാണ മുടക്കികൾ അല്ലേ, കല്യാണ മുടക്കികളുണ്ട്. ഫിത്ന ഉണ്ടാക്കുക, നാട്ടില് ഫസാദ് ഉണ്ടാക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരുത്തൻ്റെ അടുക്കിലേക്ക് ചെല്ലും, ഇവൻ പറയുന്നത് മറ്റുള്ളവൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആദ്യത്തോന്റെ കിസ്സ മുഴുവനും മറ്റുള്ളവനോട് പറയും, ഇവന്റെ കിസ്സ ഇവനോടും പറയും. അങ്ങും ഇങ്ങുമായി കൊടുത്തിട്ട് ഇവരെ തമ്മിലെടുപ്പിക്കുക. ഒരു സ്വഭാവക്കാരുണ്ട്. അതിൽ നിന്നും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അയൽക്കൂട്ടൊക്കെ കൂടുതലുണ്ട്. കുടുംബശ്രീക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അത് വെറും ഒരു പിരിവോ അല്ലെങ്കിൽ ഒരു സംഖ്യ ഒന്ന് പിരിച്ചിട്ട് അത് കൂട്ടിവെക്കലോ അല്ലെങ്കിൽ ഒന്ന് സ്വരൂപിക്കലോ അല്ല ഇന്ന് അയൽക്കൂട്ടം അല്ലെങ്കിൽ കുടുംബശ്രീ എന്നൊക്കെ എൻ്റെ ഉമ്മമാര് പെങ്ങന്മാരൊക്കെ ഇന്ന് കൂടുന്നത്. ശരിയാണ്, ഇതുവരൊക്കെ ഇന്ന് കുടുംബശ്രീയിലും അയൽക്കൂട്ടമൊക്കെ കൂടുന്നത് മറ്റുള്ളവരെ പറ്റിയിട്ട് നമീമത്ത് പറയാ, ഗൈബത്ത് പറയാ, പച്ചയിറച്ചി ഭക്ഷിക്കുന്ന സ്വഭാവം അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓളെന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഓള് പറയുന്നത് നമ്മൾ കേൾക്കണ്ട. ഓള് മറ്റുള്ളവരെ പറ്റി നമുക്ക് ഒരുപാട് പറഞ്ഞു തരും, മറ്റുള്ളവരെ പറ്റി ഒരുപാട് കുറ്റം പറഞ്ഞു തരും. നമ്മളതിന് നിൽക്കാതെ, നമ്മളങ്ങോട്ട് വർത്താനം പറയാതെ നമ്മൾ നേരാവണ്ണം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാവിൽ നമ്മൾ സൂക്ഷിക്കുക, നാവിൽ നിന്ന് വീടുന്ന ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരാവണ്ണം ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന നേരത്ത് റബ്ബേ ഈ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ അല്ലാഹ്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഞാൻ കണ്ടല്ലോ നബിയേ ഒരു ഗുഹാമുഖത്തേക്ക് കടന്നു ചെന്നല്ലോ, ഒരു മേൽപോട്ട് ഉയരുന്നുണ്ട്, താഴോട്ട് വീഴുന്നുണ്ട്. അവരാരാണ്? നാട്ടിൽ വ്യഭിചാരം ചെയ്തവനാണ്, നാട്ടിൽ ഒരുപാട് വ്യഭിചാരം ചെയ്തുകൊണ്ട് നടന്നവരാണ്. ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവന്റെ അടുക്കിലേക്ക് പോയി മറഞ്ഞവനാണ്, വ്യഭിചാരം ചെയ്ത് ജീവിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഈ പെണ്ണുങ്ങൾ നാളെ ഈ യുവാക്കൾ നാളെ ഇതേ രീതിയിൽ നാളെ അനുഭവിക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളെ അതുകൊണ്ട് നമ്മുടെ രീതി നമുക്ക് നല്ല ജീവിത രീതി നാം നല്ലവണ്ണം തിട്ടപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സഫലീകരിച്ച് തിരുമാറാകട്ടെ. മൂന്നാമതായിട്ട് മുത്ത് റസൂലുള്ളാഹിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോരപ്പുഴ ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ചോരപ്പുഴയിലൂടെ നടന്നു നീങ്ങുന്ന ആൾ പലിശ ഭക്ഷിക്കുന്ന ആളുകളാണ്. പലിശ
കൊടുക്കുന്നു, പലിശക്ക് പണം വാങ്ങുന്നു, പലിശക്ക് പണം കൊടുക്കുന്നു. ഇതേ രീതിയിൽ ജീവിച്ച ആളുകളാണ്. അതാണ് പ്രവാചകനോട് പറയുകയാണ്, നബിയെ, വൃക്ഷത്തിന്റെ താഴ്വാരത്ത് വൃക്ഷത്തിന്റെ അടിയിൽ ഒരു വൃദ്ധനെ കാണാനിടയായില്ലേ? അതാരെയാണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. കുഞ്ഞുനാളിലെ മരണപ്പെട്ടു പോയ കുഞ്ഞുമക്കളാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ കുഞ്ഞുമക്കളാണ്. നബിയെ പിന്നെ ആദ്യം കണ്ട് അത് മുസ്ലിമിന്റെ വീടാണ്, പിന്നെ ഷഹീദായവരുടെ വീടാണ്, പിന്നെ നബിയെ ഈ കാണുന്ന വീട് ഇത് അങ്ങയുടെ വീടാണ്. റസൂലുള്ള കയറാൻ നോക്കിയപ്പോ അവിടുന്ന് റസൂലുള്ളാഹിനോട് പറയുന്നു, റസൂലേ, നബിയെ അതിന് ടൈമായിട്ടില്ല, അതിന് സമയമായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവിടുന്ന് മലക്കുകൾ പറയുകയാണ്. അതുകൊണ്ട് പലതരത്തിലാണ്, പല രീതിയിലാണ് നാളെ പ്രസംഗിയായ ജീവിതത്തെ നാം നേരിടേണ്ടി വരിക. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ മരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മരിച്ചുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പടച്ചവൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനോ ഉത്തരം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ചൂടുള്ള നാളുണ്ട്, ഖിയാമത്ത് നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാരാ ചൂടാ, വണ്ടോശവണ്ടിയുമായി വരുന്നേ കാണാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണ് ഈണ, സുഹൃത്തുക്കളെ തിളക്കുന്നതാണ് ഊള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. ഞങ്ങൾക്ക് നീ നേരാവണ്ണം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ. മരണാസന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതം നാം ഒന്ന് കഴിഞ്ഞുപോയ കാലങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ചെറുതും വലുതുമായി അല്ലാഹു മാപ്പാക്കട്ടെ. അതൊക്കെ അല്ലാഹുവിനോട് കരഞ്ഞു പറയുക, അല്ലാഹു ഒക്കെ പൊരുത്തപ്പെട്ടു തരും, അല്ലാഹു പൊരുത്തപ്പെട്ടു തരുമാറാകട്ടെ. അല്ലാഹുവിനോട് ചോദിക്കുക, പടച്ചറബിനോട് നമ്മൾ കരങ്ങൾ നീട്ടുക, തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനിയും അനുഗ്രഹങ്ങൾ വേണം എന്ന് പറയാതെ ഇന്ന അനുഗ്രഹത്തിന് അല്ലാഹു നൽകിയതിന് ആദ്യം ശുക്ർ ചെയ്യുക. എന്നിട്ട് പടച്ചവനോട് ചോദിച്ചാൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകും, ഒരുപാട് രോഗത്തിന് ശമനമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.